ഇത് നമ്മൾ ഇല കൊഴിച്ചതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. കാരണം നമുക്ക് ഇല കൊഴിച്ച് കഴിഞ്ഞാൽ മാങ്ങ അതിൽ നിൽക്കും. മാങ്ങ കൊഴിയാതിരിക്കുകയാണെങ്കിൽ കുറച്ച് ഇലകളും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കും എന്നുള്ള ഒരു പഠനത്തിന് വേണ്ടി ചെയ്തതാണ്. നമ്മൾ സാധാരണ ഇലകൾ കൂടുതലുണ്ടെങ്കിൽ ചിലത് മാങ്ങകൾ കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മാങ്ങ നിലനിന്നത് ഞാൻ ഇതിൻ്റെ ഇല കുറേ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു, കണ്ടില്ലേ? അപ്പോൾ കുറച്ചൊരു സ്ട്രെസ് അനുഭവപ്പെടുന്നതിന് ഒരിത്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ ആ ഒരു മാവിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഇത് മാങ്ങ കൊഴിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും പരീക്ഷണം ചെയ്തോണമെന്നില്ല, പക്ഷെ ഞാനിത് വിജയിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെ ഓരോ കണ്ടെത്തലുകളും മാവിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. ഒരു ഹോബിയും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ കമ്പുകളൊക്കെ ഞാൻ കുറേയൊക്കെ മാറ്റിയപ്പോൾ ഉള്ള മാങ്ങകൾ അതിന് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, ഇതിലും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകണില്ല. അപ്പോൾ മാങ്ങ കൊഴിച്ചിലിനെ തടയാനൊക്കെ നമ്മൾ കുറേ പരീക്ഷണങ്ങൾ നടത്തിയാൽ ഇതെനിക്കൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടാണെന്നില്ല. മാവ് ഇങ്ങനെ വെട്ടി ഇതാക്കാനൊന്നും എല്ലാവരും ഇഷ്ടപ്പെടില്ല. നമ്മളത് മൊത്തം നമുക്കറിയാലോ 10-60 തെങ്ങുകൾ വീതെറിഞ്ഞിട്ട് അവിടെ മാവ് വെച്ചാണ് നമുക്കതൊരു വിഷയമല്ല. നമ്മൾ മാവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളതാണ്.